സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ദലു ദുആ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫയിലെ ദുആ ആണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തിലെ ദുആ ആണ്. അറഫയുടെ വൈകുന്നേരത്തിൽ ചൊല്ലപ്പെട്ട ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഞാനും എനിക്ക് മുമ്പും കടന്നു വന്ന എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. യൗമു അറഫയുടെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ, അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നില്ല. ആ യൗമു അറഫ ലോകത്തിന് നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്. അതോടൊപ്പം അറഫയിലല്ലാത്ത ഹാജിമാരായ ആളുകളല്ലാത്ത ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം, അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ്. പ്രവാചകൻ പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അന്നഹു യുകഫിറു സനത അല്ലതി ഖബ്ലഹാ വല്ലതി ബഅദഹാ. യൗമു അറഫയുടെ നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ 2 വർഷങ്ങളിലെ പാപങ്ങൾ ഈ ഒരു നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാകുന്നു. 2 വർഷങ്ങളിലെ മനുഷ്യർ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിവസം കൊണ്ട് 2 വർഷത്തിന് പകരം ഒരു ദിവസത്തെ നോമ്പ് മതിയാകുമെന്നർത്ഥം. അതുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുവാനും ധാരാളമായി ദുആ ചെയ്യുവാനും തൗഹീദ് മനസ്സിലാക്കുവാനും മഗ്ഫിറത്തിന് വേണ്ടി തേടാനും എല്ലാ നന്മകൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും ഈ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.